നമുക്ക് കുറച്ച് ഓർമ്മകൾ പുതുക്കാനായിട്ട് കുറച്ച് ഓർമ്മകളിലൂടെ സഞ്ചരിക്കാം. അതായത് ചേച്ചിയുടെ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഒരു സിനിമാ ജീവിതത്തിൽ പത്മരാജൻ സാറിനും IV ശശി സാറിനും ഒക്കെ വലിയൊരു പങ്കുണ്ട് അല്ലേ? അന്ന് അത് അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോ, എന്നാലും പിന്നെ ആലോചിക്കുമ്പോ അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പത്മരാജൻ സാറിന്റെ കൂടെയൊക്കെ? സൂപ്പർ ഇറ്റ് വാസ് ആക്ച്വലി. പപ്പേട്ടൻ വന്നിട്ട് ആ ലൈൻ പറയൂലേ, ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അത് എങ്ങനെ സംസാരിക്കണം എന്നിട്ട് അങ്ങനെ സ്വീറ്റായിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഓവറായിട്ട് അമ്മ അവിടെ നിന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ വന്ന് പറയല്ലേ ഞാൻ പറഞ്ഞേക്കാന്നൊക്കെ പറയും. അതെ, ഞാൻ പറഞ്ഞേക്കാന്ന് പറയും. അങ്ങനെ ഒരു പടം ചെയ്ത നിങ്ങൾ നവംബറിന്റെ നഷ്ടം എന്നിട്ട് അപ്പൊ അമ്മ അവിടെ നിന്ന് ഓരോന്ന് കാണിക്കുന്നത് ചിലപ്പോ സാറ് കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ ചുറ്റി കണ്ണല്ലേ സാറിന്. മോർ ഓവർ വെരി മച്ച് സൈലന്റ് ആയിട്ട്. നമ്മൾ ഈ തമിഴ് തെലുങ്കൊക്കെ ഇങ്ങനെ എല്ലാം ഓവറല്ലേ, ഓവർ ആക്ഷൻസ് അല്ലേ, ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ശശി സാർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് അഭിനയിച്ചിട്ട് എവിടെ പോകുന്നു എന്നപ്പോ ഈ ഐബ്രോസ് ഒക്കെ കയറുമല്ലേ, ഇത് മലയാള പടവാ, നീ മലയാളിയാണ്, എവിടെ പോകുന്നു പറഞ്ഞാൽ മതി, എവിടെ പോകുന്നു എന്നൊക്കെ പറയണ്ട, പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറയും. ഇത് ജയറാമേട്ടൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴില് മലയാളത്തിൽ അമ്മ എന്നുള്ളതിന് അമ്മ, തമിഴിലാണെങ്കിൽ അമ്മ. അതെ, പിന്നെ തെലുങ്ക് പോയാൽ അമ്മ എന്നൊക്കെ പറയണം. സോ അതെനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ട് ഡയറക്ടേഴ്സും അതായിരിക്കും ചേച്ചിയുടെ അടുത്ത് ആദ്യം പറയണ്ടാവില്ലേ, കൺട്രോൾ മലയാളം അഭിനയിക്കണ്ട, ജീവിച്ചാ മതി, അഭിനയിക്കണ്ട എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പത്മരാജൻ സാറും IV ശശി സാറിന്റെ KG ജോർജ് സാറിന്റെ കൂടെ അത് ആ ഒരു മൂവിനെ കുറിച്ചിട്ട് എടുത്തു പറയണം. കാരണം അതൊരു ബയോപിക് മൂവി കൂടിയാണ്. അതെ, എനിക്ക് തോന്നുന്നു അധികം ആ സമയത്ത് അങ്ങനെ ഒരു മൂവീസ് വന്നിട്ടില്ല. പ്രേക്ഷകർക്ക് അറിയായിരിക്കും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ആ ഒരു സിനിമയാണ്. അതായത് നമ്മുടെ നടി ശോഭ മാമിന്റെ ഒരു ബയോപിക് ആണ്. അപ്പോ ആ ഒരു അഭിനയത്തെ കുറിച്ചിട്ട് കൂടുതൽ പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. അത് ജോർജ് സാർ ഡയറക്ടർ ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറയും. കൂടുതലായിട്ട് ഡാൻസ് അതിലൊരു കുറച്ച് വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ പറയും, അതൊക്കെ അങ്ങനെ സാർ ചെയ്ത് കൊടുക്കും. ഇതുപോലെ ചെയ്യണം, ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കണം, പിന്നെ ഇതിന് സെറ്റിൽഡായിരിക്കണം, ഇതിന് പാവമായിരിക്കണം. എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ലാസ്റ്റില് കൊടിയേറ്റം ഗോപി സാർ പിന്നെ ശാരദ ചേച്ചിയിലൊക്കെ അഭിനയിച്ചപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അതിൽ എന്ന് വെച്ചാൽ കണ്ടന്റായിട്ട് ചെയ്യും, അത് നന്നായിരിക്കും. പേത്ത സീൻസ് ഒക്കെ നന്നായിരിക്കും. They used to clap me. കറക്റ്റായിട്ട് ചെയ്തു, നീ ഒന്നും ഓവർഡു ചെയ്തില്ല എന്നിട്ട്. ഇറ്റ് വാസ് റിയലി. ആ സിനിമ കണ്ടിട്ട് തമിഴ് ഇൻഡസ്ട്രിന്ന് ലൈക്ക് ബാലു മഹേന്ദ്ര പോലത്തെ ഡയറക്ടേഴ്സ് അവരൊക്കെ വിളിച്ചിരുന്നു. അവർ കരഞ്ഞു ആക്ച്വലി. സാർ ജോർജ് സാർ ഷൂട്ടിംഗ് അപ്പൊ വന്ന് കരഞ്ഞു, നന്നായി കറക്റ്റായിട്ടിരിക്കുന്നു ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലെസ് ചെയ്തു. ആൻഡ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് ഇന്നസെന്റ് അങ്കിള്. സോ ഇന്നസെന്റ് അങ്കിള് എങ്ങനെയായിരുന്നു ലൊക്കേഷനിൽ ഒരു ആസ് എ പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നോ? അതേ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ വേറൊരു ഭാവമായിരുന്നു? ഇല്ല. ആ സമയത്ത് ഇന്നസെന്റ് സാറ് പിന്നെ ഡേവിഡ് സാറോ അങ്ങനെ വലിയ ഇതല്ലല്ലോ, എല്ലാവരും ആ സമയത്തല്ലേ, എല്ലാം കൂടുന്ന സമയത്തല്ലേ. പിന്നെ വേറെ ഇന്ന് ചെന്നൈ ഓൺലി. സോ അങ്ങനെ സിമ്പിളായിരുന്നു. പ്രൊഡ്യൂസർ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴാണ് ഇന്നസെൻസ് നിങ്ങൾ പ്രൊഡ്യൂസർ അതിലെന്നൊക്കെ പറയൂ, ഞാനാ പ്രൊഡ്യൂസർ.